ഗായ്സ്, അപ്പോൾ നമ്മൾ തായ്ലാൻഡ് വ്ളോഗ് പാർട്ട് 2 ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാനും ഫുണ്ണുബാബി ഏട്ടനൊക്കെ സുഖമായിട്ടിരിക്കണു കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും ട്രാവൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഭയങ്കര ക്ഷീണം പറഞ്ഞാൽ എൻ്റെ അമ്മ ഒടുക്കത്തെ ക്ഷീണം കേട്ടോ. മേക്കപ്പ് പോലും അധികം ഇട്ടിട്ടില്ല, കാരണം അത്ര അധികം ക്ഷീണമായിരുന്നു, വയ്യായിരുന്നു കേട്ടോ. നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുണ്ണുബാബി ആണെങ്കിൽ ടയേർഡ് ആണെങ്കിൽ ഇത് കള്ളത്തരത്തിൽ ലേസ് അടിപ്പിച്ച് മാറ്റാൻ നോക്കാണ്. ഗുഡ് ബോയ് പൊന്നു. അപ്പൊ അച്ഛന് കൊടുക്കാൻ പറഞ്ഞപ്പോ അച്ഛനൊക്കെ അത് എടുത്തു കൊടുക്കണായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഫുണ്ണുബാബി ലിബാം ഒക്കെ എടുത്തിട്ട് ഇടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ലിബാം അഡിക്ഷൻ കേട്ടോ. അപ്പൊ ഫുണ്ണുബാബി കണ്ണ് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഇത് ലിബാം അടിച്ചു മാറ്റും. അവന് ലിബാം ഇടാനല്ല, അവന് എന്തോ കളിക്കാനുള്ള സംഭവം എന്ന് ചോദിച്ചിട്ട് അവൻ എടുത്ത് കളിക്കാറുണ്ട്. അപ്പൊ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോന്ന്. അപ്പൊ ദേ അവിടെ ഒരു ചേച്ചി അവനെ കണ്ടപ്പോൾ അവൻ എടുത്തു കൊണ്ടുപോയി. പിന്നെ ദേ അവിടെ ഒരു സ്റ്റോപ്പ് എത്തിയപ്പോൾ അവിടുന്ന് ഏട്ടൻ സ്മൂത്തി, സ്ട്രോബെറി സ്മൂത്തിയും പിന്നെ ഏട്ടൻ എന്തോ ചോക്ലേറ്റ് ബോബി അങ്ങനെ എന്തോ കഴിച്ചു കേട്ടോ. എനിക്ക് ആ സംഭവം കണ്ണിന് നേരെ കണ്ടുകൂടാ. അതേ കപ്പ് കേക്ക്, കുട്ടി കപ്പ് കേക്ക് കേട്ടോ, ഭയങ്കര ക്യൂട്ടായിരുന്നു. ഫുണ്ണുബാബി അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അവിടെ ആണെങ്കിൽ എല്ലാവരും പരിചയപ്പെടുന്നതായിരുന്നു. അപ്പൊ ഏട്ടൻ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അടിപൊളി ഇൻട്രഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ സ്ഥലത്ത് എത്തിട്ടോ. അപ്പൊ നമ്മൾക്കാണെങ്കിൽ ഏട്ടന് ഭയങ്കര നിർബന്ധമായിരുന്നു ആനപ്പുറത്ത് കയറണം. എനിക്ക് പേടിയായിരുന്നു കേട്ടോ, കാരണം ഫുണ്ണുബാബി വേഷം കെട്ട് എടുക്കോ ഇല്ലയെന്നൊക്കെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏട്ടൻ ബട്ട് വൈബ് അടിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും പോകണം, വലിയ ചിന്നു അങ്ങനെയൊന്നും ഉണ്ടാവില്ല പറഞ്ഞിട്ട് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നെ. അപ്പോൾ നമ്മൾ പഴമൊക്കെ മേടിച്ചു കൊടുത്തു. ആനക്കുട്ടനാണെങ്കിൽ ഭയങ്കര വിശപ്പായിരുന്നു തോന്നുന്നു കേട്ടോ. എവിടെയുള്ളവരെല്ലാവരും ആനക്കുട്ടന് പഴം മേടിച്ചു കൊടുത്തു. അതൊക്കെ നമ്മുടെ കുട്ടാപ്പി തിന്നു കേട്ടോ. നല്ല ക്യൂട്ട് ആനയായിരുന്നു കേട്ടോ. വിറ്റെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ലല്ലോ, ആനയുടെ മീൻസ് ഹെയർ ഭയങ്കര തിക്കായിട്ട് ഇങ്ങനെ മുള്ളു പോലെ കേട്ടോ അവരുടെ രോമം. എൻ്റെ വിചാരം ഇങ്ങനെ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടോന്ന്. ഞാൻ തൊടാൻ വേണ്ടി നോക്കുമ്പോൾ ഇങ്ങനെ മുള്ളു കണക്കിന് ഇരിക്കണം. എന്തോ വലിയ രസമൊന്നും ഇല്ല കേട്ടോ തൊടാൻ വേണ്ടിയിട്ട്. ബട്ട് അതിന് തുമ്പിക്കൈയൊക്കെ തൊടാൻ നല്ല രസമായിരുന്നു. അപ്പോൾ പൊന്നുബാബിക്കാണെങ്കിൽ ആനക്കുട്ടനെ കണ്ടപ്പോൾ ഇത്തിരി വേഷം കെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം അതിൻ്റെ ഒപ്പം ഇരുന്നു. പിന്നെ ഞാൻ കുറേ നേരം അതിൻ്റെ ഒപ്പം എടുത്ത് നിന്ന് അതിനെ തലോടിയൊക്കെ നിന്നു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ആനകളെ പേടിയൊക്കെയാണ്. ബട്ട് ഇത് കുഞ്ഞാനല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ നല്ല രീതിയിലേക്ക് പറ്റണ പോലൊക്കെ ഞാൻ തൊട്ട് തലോടിയൊക്കെ നോക്കി. ഏറ്റവും വലിയ വിറ്റെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആനക്കുട്ടനെ നോക്കുന്നുണ്ടായിരുന്ന ഒരു ചെറിയ കുട്ടിയാട്ടോ. അധികം വലിയ ചെക്കനൊന്നുമല്ല, ഒരു 10, 16, 18 വയസ്സുള്ളൊരു ചെക്കനാട്ടോ അതിനെ മേയ്ക്കുണ്ടായിരുന്ന ഒരു ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ. അവസാനം എന്ത് ചെയ്യും, നമ്മൾ കുറേ നേരം അതിൻ്റെ പിന്നാലെയൊക്കെ തൊട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത്. പിന്നെ ഫുണ്ണുബാബിയാണ് പോന്നപ്പോൾ തൊട്ടിട്ട് അവൻ്റെ കാറാട്ടോ, നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ കാറാണ്. അതാണിങ്ങനെ ട്രാൻസ്ഫോമർ പോലെ ഇങ്ങനെ ട്രാൻസ്ഫോമൊക്കെ ചെയ്യട്ടോ. അവനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതും പിടിച്ചിട്ടായിരുന്നു നമ്മുടെ ഫുണ്ണുബാബിയുടെ നടത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാട്ടോ നമ്മൾ ഈ ആനപ്പുറത്താണ് കയറണേ. എൻ്റെ അമ്മ, അവരാണെങ്കിൽ ഏറ്റവും വലിയ ആന സെലക്ട് ചെയ്ത കാര്യങ്ങൾ 3 പേര് ഇരിക്കണ്ടല്ലോ. എൻ്റെ അമ്മ ഒടുക്കത്തെ ടെൻഷനായിരുന്നു. ഒടുക്കത്തെ ടെൻഷനായിരുന്നു. എനിക്ക് തീരെ കംഫർട്ടബിൾ ആയിരുന്നില്ല. എന്തോ ഒരു വേറെ വെറൈറ്റി എന്തോ സംഭവത്തിൽ പോണ പോലെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൽ പോകുമ്പോൾ. ഞാൻ വിചാരിച്ചു ഇപ്പോൾ വീഴും, അതാണെങ്കിൽ ചെളിയും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മോ സംഭവം എന്താ പറയുക വിചാരിച്ച പോലെയല്ല, പെട്ടുപോയിന്ന് എനിക്ക് മനസ്സിലായിട്ടോ. പിന്നെയുള്ള ഹലോ ഗായ്സ്, എന്നെ കാണുമ്പോൾ നിങ്ങൾ എന്ത് പറ്റി വിചാരിക്കണം, വേറെ ഒന്നല്ല ആനപ്പുറത്ത് കയറിയിട്ടാട്ടോ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് പേടിച്ച് വിറച്ചിരിക്കണത് ഞാൻ കാണണേ. എന്നിട്ട് ആളോട് സ്ലോ എന്നൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഭയങ്കര പേടിച്ചു. പൊണ്ണിരിക്കണം നോക്ക്, പൊണ്ണ് ഇവിടെ ഉറക്കൊന്നും. താഴെ ആനയുടെ താഴെ ഇറങ്ങി വീഡിയോ ഒക്കെ എടുത്ത് തന്നു. അപ്പൊ ഞാൻ സന്തോഷത്തിന് അന്ന് അവിടെ ചെല്ലുമ്പോൾ പേഴ്സ് ഇപ്പോൾ കയ്യിൽ, അവിടെ ചെല്ലുമ്പോൾ പൈസ എടുത്ത് തരാമെന്ന് പറഞ്ഞു. കാരണം പൈസ കൊടുത്തു കഴിയുമ്പോൾ കൊടുക്കാന്നുള്ളതുകൊണ്ട് പുള്ളി നല്ല സ്നേഹത്തോടെ കൊണ്ടുപോകലോ എന്ന് പറഞ്ഞു. പിന്നെയാണ് ഒരു അപകടം മനസ്സിലാക്കിയത്. പൈസ കൊടുത്തപ്പോൾ നല്ല ആൾക്കാരെ പൈസ വരും, അന്ന് കുറച്ച് അഡ്വഞ്ചർ കൂടുതൽ കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ ഇല്ലാത്ത വഴികളെ കയറ്റി ആനയെ കൊണ്ടുപോകും. അപ്പൊ പന്ന് ഷോക്ക് അടിച്ചിരിക്കാം. ബാക്കിയുള്ളവരൊക്കെ മീൻസ് സിമ്പിൾ ആയിട്ടുള്ള വഴിക്കൂടൊക്കെയാണ് പോണേ. ഞങ്ങൾക്ക് പൈസ കൊടുക്കാൻ ആള് വേറെ വഴിക്കടെ മല കയറ്റിയൊക്കെ കൊണ്ടുപോകും. ആടി പോയിക്കൊണ്ടിരിക്കും ചെയ്തു. നമ്മളോട് സ്നേഹം കൊണ്ട് പയ്യെ കൊണ്ടുപോകുന്നതാ. പുള്ളി ആള് മണിയായി. പൊണ്ണു എന്തായാലും വേഷം കിട്ടൊന്നുമില്ല. പൊന്നുവേ പേടിച്ചിട്ടൊന്നും മിണ്ടാൻ പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കുക. അല്ല, പൊണ്ണുവിന് അങ്ങനെ പേടിയില്ല, ഏട്ടനാണ്.
പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പോരാൻ നിൽക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ വൈബ് അടിച്ചിട്ട് ഹായ് ഊന്നൊക്കെ, കാരണം എത്താറായില്ലോ, ഇനി ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ ആലോചിച്ചിട്ട്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത നമ്മുടെ അഡ്വഞ്ചർ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുലീനെ തൊടലും പിടിക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഏട്ടനായിരുന്നു പുലീനെ തൊടാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളാണെങ്കിൽ ചൂസ് ചെയ്തത് വലിയ ചക്കപ്പുലിയല്ല, വലിയ കുഞ്ഞി വാവിയല്ല, മിഡിലായിട്ടുള്ളൊരു പുലീനാട്ടോ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതാട്ടോ ഫുണ്ണു ബാബിക്ക് നമ്മൾ കുഞ്ഞി പുലീനും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അതിന് 2 hours നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫുണ്ണു ബാബി കുട്ടിപ്പുലിയായിട്ട് ഫുണ്ണു ബാബി ഇതായനട്ടോ. പിന്നെ അതേ ഞാനെടുത്തു. അപ്പം എനിക്ക് പേടിയായിരുന്നു. ഞാൻ പിന്നെയാണ് ഏട്ടൻ്റെ വീഡിയോസൊക്കെ കണ്ട. ഏട്ടൻ ഭയങ്കര കൂളായിട്ട് ഞാൻ ആളോടൊക്കെ തൊട്ടോട്ടേന്നൊക്കെ ചോദിച്ചിട്ടാട്ടോ ഞാൻ അതാണ് ആക്ഷൻ കണ്ട്. അപ്പൊ പിന്നെ അതേ ഞാൻ അതിനൊക്കെ എന്നാലും എനിക്ക് അതിനെ വയറുമൊക്കെ പിടിക്കാൻ എനിക്കൊരു പേടി. ചിലപ്പോൾ എപ്പോഴും അത് ചാടി ചീറ്റാന്നറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കെയർഫുൾ ആയിരുന്നു കേട്ടോ ഞാൻ ചെയ്യേണ്ടായിരുന്നത്. പിന്നെ അതേ നമ്മൾ ഇവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഫുണ്ണു ബാബിയുടെ വീഡിയോസ് ആട്ടോ ഞാൻ എടുത്ത്. ഞങ്ങളുടെ ഒന്നും എടുത്തില്ല, കാരണം വിശന്നിട്ട് പണ്ടാറടങ്ങിയിരിക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏട്ടനാണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ പോയിക്കായിരുന്നു കേട്ടോ. അപ്പം വേഗം തന്നെ ഫുഡ് കിട്ടിയപ്പോൾ അത് കഴിച്ചു. ഫ്രഞ്ച് ഫ്രൈസും ഇതൊക്കെ പിന്നെ എല്ലായിടത്തും കോമൺ ആയതുകൊണ്ട് നല്ലതായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ ഒരു ചിക്കൻ കറിയും ഒരു റൊട്ടിയും അതും നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം കരിക്ക് നോർമൽ കരിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പൊളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനത്തെ മേടിക്കണം വേണ്ടിയിട്ട് ഇത് മേടിച്ചു കേട്ടോ. അപ്പം നമുക്ക് പൊളിക്കേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ തന്നെ തിന്നാലോ. പിന്നെ അതേ എന്തോ ചേഞ്ച് കിട്ടിയപ്പോൾ ഞാൻ എന്തേ പൈസ ഒക്കെ ഞാൻ നോക്കാറുണ്ട്. ഇത് ഇവിടുത്തെ കറൻസി ആട്ടോ. പിന്നെ പോരുന്ന വഴിയിൽ ഇതേ നമ്മളിങ്ങനെ ബാർബർ ഷോപ്പ് എന്തിട്ട് കേൾസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ബാർബർ ഷോപ്പൊക്കെ കണ്ടു. പിന്നെ ദേ നമ്മൾ ഇങ്ങനെ വരുന്ന വഴിയിൽ ഇങ്ങനെ കുറച്ച് ഇതൊക്കെ കണ്ടു. പിന്നെ ദേ ഫുഡ് കഴിക്കാട്ടോ. ഫുണ്ണു ബാബിക്ക് ഫുഡ് കൊടുക്കാണ്. ഞാനാണെങ്കിൽ ക്ഷീണിച്ചൊരു പരിവായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മോ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ അവിടെ പോയപ്പോൾ. കാരണം തലേ ദിവസം ബോട്ട് ട്രാവലും കാര്യങ്ങളൊക്കെ എനിക്ക് തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, വലിയ രസം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഓൾറെഡി ഇങ്ങനെ ബോട്ടിൽ പോകണം, ഇങ്ങനെ അധികം എനിക്ക് അത്ര എനിക്കിഷ്ടമുള്ള വൈബല്ല ഇങ്ങനെ, എന്താണെന്നറിയില്ല. അപ്പോൾ അതൊക്കെ പോയിട്ട് പിന്നെ ഈ രാവിലെ നേരത്തെ എണീച്ചിട്ട് ഈ പൂക്കും കാര്യങ്ങളൊക്കെ പറ്റാത്തതുകൊണ്ട് പിന്നെ വാവിയുണ്ട്. ഫുണ്ണു ആണെങ്കിൽ പുല്ലടച്ച് എണീച്ച കരയും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവനെ പിടിച്ച് എണീപ്പിച്ചിട്ട് അവൻ്റെ കരച്ചിൽ മാറ്റാൻ നടക്കലും ഇവൻ ഉറങ്ങണത് തന്നെ 2 മണി 3 മണി നേരം. ഇവര് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് 5 മണി 6 മണി നേരം. അപ്പം എല്ലാം കൂടിയിട്ട് ഭയങ്കര ടയേർഡായിട്ടാട്ടോ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കണേ. അവസാനം എന്ത് ചെയ്യാം, നമ്മൾ പുതിയ സ്ഥലത്ത് റൂമെത്തി. റൂമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ റൂമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ വന്നപ്പോൾ സംഭവം ചെയ്യാൻ പറ്റാണ്ട് ഓരോ റൂമും ഓരോ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം അങ്ങനെ അതൊക്കെ ചെയ്തു വന്നപ്പോൾ ഇത് വാഷ്റൂമും കാര്യങ്ങളും അവിടെ ഒരു കുഞ്ഞ് കിച്ചൺ പോലൊക്കെ ഉണ്ട്. ഇത് ദേ ബെഡ്റൂം, പിന്നെ ദേ മിററും കാര്യങ്ങളും, ക്രിബുണ്ട്. പിന്നെ പുറത്ത് ദേ നല്ല വ്യൂ ഉള്ള ഒരു ഇതായിരുന്നു കേട്ടോ. മറ്റേ റൂമും അടിപൊളിയായിരുന്നു. റൂംസൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് നല്ല അടിപൊളി റൂംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറയായിരുന്നു കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഫുണ്ണുവിനെ ക്രിബിൽ കിടത്താൻ. എവിടെ ഫുണ്ണു ബാബി ചാടി തുള്ളി നടക്കായിരുന്നു കേട്ടോ. പിന്നെ ഫുണ്ണു ബാബിയുടെ വക വിഷം കെട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളിതേ പുറത്ത് പോകാൻ നിൽക്കാം കേട്ടോ, നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുമെങ്കിലും ഞങ്ങൾ മിക്കതും അവിടുന്ന് കഴിക്കാറില്ല കേട്ടോ. കാരണം ഇന്ത്യൻ ഫുഡ്സ് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യനെ ഇവിടെ പുറത്ത് പുതിയ സ്ഥലങ്ങൾ വന്നിട്ട് എന്തിനാ ഫുഡ് ട്രൈ ചെയ്യണമെന്നാണ് ഏട്ടൻ പറയാറ്. എനിക്ക് എവിടെ പോയാലും എനിക്ക് ഇന്ത്യൻ ഫുഡ് കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ബട്ട് ഏട്ടൻ ഓരോ പുതിയ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് പുതിയ ഫുഡുകളൊക്കെ ട്രൈ ചെയ്യണോണ്ട് എനിക്ക് അവിടുത്തെ ഇഷ്ടമായി ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുള്ള അവിടുത്തെ ഫുഡും ഫ്രൈഡ് റൈസും പോർക്ക് ഫ്രൈഡ് റൈസൊക്കെ യാതൊരു രക്ഷ ഉണ്ടായിരുന്നില്ല, അടിപൊളി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെ വേണമെന്ന് ഇപ്പോൾ വലിയ വാശിയും കാര്യങ്ങളൊന്നുമില്ല, നല്ല ഫുഡ് കിട്ടിയാൽ മതി കേട്ടോ, അങ്ങനെയാണ്. അപ്പോൾ ഇത് ഇവിടെ ആണെങ്കിൽ നൈറ്റ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയുക സംഭവമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഫുണ്ണു ബാബി വേഷം കെട്ട് എടുത്തുകൊണ്ട് ഫുഡൊക്കെ ഞങ്ങൾ അവിടുന്ന് കഴിച്ചു. ബട്ട് വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. ഫുണ്ണു ബാബി ഭയങ്കര വേഷം കെട്ടാണ്. ഇതുമ്പോൾ നെക്സ്റ്റ് ഡേ കേട്ടോ. അപ്പം നെക്സ്റ്റ് ഡേ ഇതേ നമ്മുടെ ഫുണ്ണു ബാബി അവിടെ നമ്മളുടെ റൂമിൽ തന്നെ ഒരു കിഡ്സ് ക്ലബ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇതേ ഫുണ്ണു ബാബിക്ക് ഇതേ നമ്മുടെ വീട്ടിലുള്ള പോലത്തെ കാറൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ വൈബ് അടിച്ചിട്ട് സുഖമായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് നടക്കായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുറേ ടോയ്സും ശരിക്കും എല്ലാം ഇതുപോലത്തെ എന്താ പറയുക, നമ്മൾ സ്റ്റേ ചെയ്യണോടത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇത് ഉണ്ടാവുന്നത് എന്ത് നല്ലതാണെന്നറിയോ. അപ്പോൾ അവരാണെങ്കിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. നമുക്ക് എന്താ പറയുക ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. കരയാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കളിച്ചോളും.
നല്ല രസമാട്ടോ. അപ്പോൾ അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ പൂള് കണ്ടപ്പോൾ എൻ്റെ പൊന്നു ഫുണ്ണു ബാബിക്ക് പിന്നെ പൂളിലേക്ക് ഇറങ്ങാണ്ടായിരുന്നു വേഷം കെട്ട്. അപ്പം തന്നെ ഡ്രസ്സ് മാറിയിട്ട് മീൻസ് പൂളിൽ ഇറങ്ങാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കോസ്റ്റ്യൂംസൊക്കെ ആയിട്ട് വന്നു കേട്ടോ. അപ്പം അവനാണെങ്കിൽ വെള്ളം കണ്ടപ്പോൾ ആണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ അവ ഇറങ്ങി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാനും ഇറങ്ങി കേട്ടോ. സംഭവം നല്ല വെയിലുണ്ടായിരുന്നു, ക്ലൈമറ്റ് ഒക്കെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ വെയിലുണ്ടായിരുന്നു. എന്നാലും പൊണ്ണുബാബിയുടെ സന്തോഷമല്ല വലുതെന്ന് വെച്ചിട്ട് നമ്മൾ വെയിലത്തൊക്കെ ഇറങ്ങിയിട്ടാണ് പൂളിൽ കളിച്ചേ. എപ്പോഴും ഞാനിങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ അങ്ങനെ അധികം ഓവറായിട്ട് ചെയ്യാറില്ല. കാരണം നമ്മൾ ചില മൊമെന്റ്സിൽ നമ്മളത് എൻജോയ് ചെയ്യേണ്ടി. ഈ സ്കിൻ കെയറും കാര്യങ്ങളും വെയിലടിക്കണു എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ലൈഫിൽ ലൈക്ക് എപ്പോഴും ഇതുപോലത്തെ ചാൻസസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും മിക്കതും ചില സമയത്തൊക്കെ ഞാൻ ഭയങ്കര വെയിലാണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അല്ലാത്ത സമയം ഞാൻ അവൻ്റെ ഒപ്പം പോയിട്ട് കളിക്കാറൊക്കെ ചെയ്യാറുണ്ട്. അവന് കൂട്ടുകൂടി അവൻ്റെ ഒപ്പം കളിക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എവിടെ പോയാലും ഈ എന്താ പറയുക വീടും കാര്യങ്ങളും ഒക്കെ ആട്ടോ. ഫുള്ള് സ്ഥലങ്ങൾ ഇവിടെ ലീഗലാട്ടോ, ഒരു പ്രശ്നങ്ങളുമില്ല. നമ്മുടെ നാട്ടിൽ പോലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല. ഫുൾ ഷോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ വക സംഭവം. പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ലൈക്ക് ഫുഡ് മസാജ് ചെയ്യാലോ വിചാരിച്ചിട്ട് ഒന്നാമത്തെ നമുക്ക് റൂമിൽ സ്റ്റേ ചെയ്യുന്നിടത്ത് തന്നെ ഉണ്ട്. അപ്പം അവിടെ ചെയ്യണോ അത് പുറത്ത് പോയിട്ട് ചെയ്യണോ? അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ പുറത്ത് പോയി ചെയ്യാം, അവിടെ ചെയ്യണത് നമുക്ക് ചെയ്യണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവിടെ പോയിട്ട് അതൊരു പുതിയൊരു ഇതല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ ലെഗ് മസാജും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഫൊണ്ണു ബാബി ആണെങ്കിൽ കാർട്ടൂണും കാര്യങ്ങളൊക്കെ കണ്ടു. ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ പെഡിക്യൂറും ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിൽ ചെയ്യണ പോലെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് പെഡിക്യൂറും കാര്യങ്ങളൊന്നും ചെയ്യണില്ല. എന്നാലും ജസ്റ്റ് ഒക്കെ ഒന്ന് അവർ ചെയ്തതാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കാലൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടനാണെങ്കിൽ ഇത് ഉറക്കം വന്നു. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫൊണ്ണു ബാബി ഉള്ളതുകൊണ്ട് ഞാൻ പിടിച്ചു നിന്നാണ്, ഇല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിയാനെ. അപ്പോൾ ഇവരൊക്കെ ആട്ടോ നമുക്ക് സർവീസസും കാര്യങ്ങളൊക്കെ ഇവരൊക്കെയാണ് നമുക്ക് ചെയ്ത് തന്നെ. പിന്നെ ആ അമ്മാമ്മയൊക്കെ ഭയങ്കര നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. അവിടെയൊക്കെ ഫൊണ്ണു ബാബിക്ക് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ വിശന്നിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഒരു ബർഗറൊക്കെ ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിത് ടുക്കിൽ പോവാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ടുക്കിൽ പോയില്ലെങ്കിൽ മോശമല്ല. അപ്പോൾ നമ്മളിത് ടുക്കിൽ കയറി. അടിപൊളി ടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ടുക്കിലാണ് ഞാൻ കയറിയപ്പോഴാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സോങ് ഒക്കെ വെക്കാം കേട്ടോ. അപ്പോൾ അവർ നമ്മൾ ബ്ലൂടൂത്തിൽ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സോങ്സും കാര്യങ്ങളൊക്കെ വെച്ച് തരും. നമുക്ക് ഇഷ്ടത്തിന് വൈബ് ചെയ്യാം കേട്ടോ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ പോവാട്ടോ. അപ്പൊ ഞാനും ഏറ്റുബാബിയും ഇങ്ങനെ നടക്കാണ്. വേറൊന്നുമില്ല ഗൈസ്, പാരാഗ്ലൈഡിങ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഒട്ടും പ്ലാൻ ഉണ്ടായിരുന്നില്ല പാരാഗ്ലൈഡിങ് ചെയ്യണമെന്ന്. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ എനിക്കാണെങ്കിൽ പെട്ടെന്ന് പാരാഗ്ലൈഡിങ് ചെയ്യണം. ഏട്ടൻ പറഞ്ഞു ബോട്ടിലോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന്. ഞാൻ പറഞ്ഞില്ല പറ്റില്ല, പാരാഗ്ലൈഡിങ് തന്നെ ചെയ്യണം പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മള് പോവാണ്. പൊണ്ണുബാബിക്കാണെങ്കിൽ പേടിച്ചിട്ട് കരയണോ എന്താ ചെയ്യണ്ടേന്ന് അറിയാണ്ടിരിക്കാന്നുല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ആള് കൂളായി. ആൾക്ക് സാഹചര്യമൊക്കെ കണ്ടപ്പോ പിന്നെ ആള് കൂളായി കരഞ്ഞൊന്നുമില്ല കേട്ടോ. എനിക്ക് പേടി ഉണ്ടായിരുന്നു, അവൻ വേഷം കെട്ട് കാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവനൊന്നും കാട്ടിയില്ല. അവൻ ആ സാഹചര്യത്തിനനുസരിച്ചിരുന്നു കേട്ടോ. അവന്റെ അമ്മ പറക്കാൻ പോവാണ്. അപ്പൊ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഏട്ടൻ നോക്കുമ്പോ ഏട്ടന് ഫൊണ്ണുബാബിയുടെ വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫൊണ്ണുബാബി കൂളായിട്ട് ഇത് എന്തുട്ടാണ് ഇവിടെ നടക്കണേന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ ഫൊണ്ണുബാബി ഫുൾ ചിന്തിച്ചിരിക്കണ്ടായിരുന്നെ. അപ്പൊ ഞാനാണെങ്കിൽ മേലെ പോയിട്ട് അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് അവര് എടുത്തുന്ന വീഡിയോസ് ഒന്നും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്റെ കയ്യിലൊരു ക്യാമൊക്കെ വെച്ചിട്ടായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഏട്ടനും എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് യാതൊരു വിധ ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്യാത്ത. അതും കൂടി കണ്ടിട്ട് നിങ്ങൾ ബോറടിക്കണ്ടെന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പൊ ഏട്ടൻ പറയേണ്ട ഫൊണ്ണുബാബിനെ നന്നായി മുറുക്കെ പിടിച്ചിരിക്കുക പറയണ്ടായിരുന്നു. കാരണം ബോട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുലുങ്ങുമല്ലോ. അപ്പം പിന്നെ ഈ ബോട്ടിന്റെ സ്പീഡിലാണ് നമ്മൾ പിന്നെ പോണതൊക്കെ. അപ്പോ അങ്ങനെ ഏട്ടനും കേറി. അങ്ങനെ ഏട്ടന് ഭയങ്കര എന്താ പറയാ, ഏട്ടൻ ഞങ്ങളുടെ കാര്യത്തിലായിരുന്നു കേട്ടോ ടെൻഷൻ. കാരണം കൂടുതൽ ലൈക്ക് ഫൊണ്ണുബാബി മെരിക്കിരിക്കോലൊക്കെ അങ്ങനെയൊക്കെ. ബട്ട് അവൻ കൂളായിട്ടായിരുന്നു ഇരിക്കണ്ടായിരുന്നെ. പിന്നെ ഏട്ടൻ കയറിയപ്പോഴാണെങ്കിൽ ഇത്തിരി കൂടി രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനായിരുന്നപ്പോ ഇത്തിരി കൂടി വെളിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഏട്ടൻ ഹായ് ഒക്കെ പറഞ്ഞിട്ട് ഏട്ടൻ പോയേക്കായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ ഏട്ടൻ അടിപൊളിയായിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി അതിൻ്റെ കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏട്ടൻ അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലോ. അങ്ങനെ ഏട്ടൻ്റെ പാരാഗ്ലൈഡിങ് ഒക്കെ ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ മേലെ പോയിട്ട് എപ്പോഴും ബോട്ടിലും കാര്യങ്ങളൊക്കെ പോണതല്ലേ.
അങ്ങനെ അവിടെ നിന്ന് വന്നപ്പോഴേക്കും ഞങ്ങൾ നനഞ്ഞൊരു പരുവായിട്ടുണ്ടായിരുന്നു. വീണ്ടും വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാട്ടോ വന്ന്. പിന്നെ പോരാൻ നിൽക്കുന്ന സമയത്ത് ഫുള്ള് വൈബായിരുന്നു. വീണ്ടും ഞങ്ങൾ ടുക്ടുക്കൊക്കെ വിളിച്ചിട്ടാ പോയെ. പിന്നെ അതേ നമ്മൾ വീണ്ടും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഫുണ്ണുബാബിയും ചേഞ്ച് ചെയ്തു. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കുട്ടി കുട്ടി ഷോപ്പിംഗ് ആട്ടോ ചെയ്ത്. കാരണം നമുക്ക് കുറെ ഷോപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പൊ പറ്റണ പോലെയൊക്കെ നമ്മള് കുട്ടി കുട്ടി ഷോപ്പിംഗ് ആട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതേ നമ്മള് ആദ്യം തന്നെ മോളിക്ക് വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുണ്ണുബാബിക്ക് കുറച്ച് ബേബി ഫുഡ്സും കാര്യങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മേടിച്ചതൊക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വിറ്റെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ഫാർമസിയിൽ പോയാലും അവിടെ ബേബി ഫുഡ്സോ കാര്യങ്ങളോ ഒരു തേങ്ങ ഒന്നുമില്ല കേട്ടോ. സ്നഗ്ഗി തന്നെ മരിക്കില്ല. എന്നാന്ന് എനിക്കറിയില്ല, ഇവിടെയുള്ള പിള്ളേരൊന്നും ഈ വക കാര്യങ്ങൾ ഉപയോഗിക്കണില്ലാവോ. സ്നഗ്ഗിയൊക്കെ ആകെ 2 ഇതൊക്കെ ഉള്ളൂ. അത് എല്ലാ സൈസും കാര്യങ്ങളൊന്നും ഇല്ല. അവസാനം നമ്മളിതേ മോളിൽ വന്നിട്ടാട്ടോ സംഭവങ്ങളൊക്കെ മേടിച്ച്. പിന്നെ ഇതേ കുട്ടി കുട്ടി എന്ത് ക്യൂട്ടാന്നറിയില്ല, ഷൂസും കാര്യങ്ങളൊക്കെ കുറേ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സ് അത്യാവശ്യം വിലയൊക്കെ ഉണ്ട്, ബട്ട് ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായി, അടിപൊളിയായിരുന്നു. പിന്നെ അതേ നമ്മളിങ്ങനെ കുറേ സ്റ്റോറുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പോൾ അതേ ഇവിടെ നിന്നാട്ടോ ഞാൻ ഡ്രസ്സ് മേടിച്ചാൽ ഞാനൊരു വെറൈറ്റി ടൈപ്പ് ഡ്രസ്സൊക്കെ ആട്ടോ മേടിച്ചത്. ഞാൻ എപ്പോഴും ഇടുന്ന പോലത്തെ ഒന്നുമല്ല. അപ്പോൾ അതേ നമ്മൾ ഈ ഡ്രസ്സൊന്നുമല്ല മേടിച്ച് അതേ നമ്മൾ ഈ കാണുന്ന ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആട്ടോ മേടിച്ച് ഇട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. ഒരു ബ്ലൂ കളറായിരുന്നു. പിന്നെ അതേ ഈ വക ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവം ചെയ്തത്. പിന്നെ ക്യാൻഡിൽസ് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2-3 ക്യാൻഡിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ലൈറ്റുള്ള സംഭവങ്ങൾ. പിന്നെ നമ്മൾ എവിടെ പോയാലും നമ്മളുടെ പിക്ക് കാട്ടാണ്ടിരിക്കില്ലല്ലോ. പിന്നെ ഇതെന്തൊക്കെയോ സംഭവങ്ങൾ, എന്തോ കൈ കൊണ്ടൊക്കെ ഹാൻഡ് മെയ്ഡ് സംഭവങ്ങളാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ആ ക്ലിപ്പ് കാട്ടിയില്ലേ, അതൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിപ്പ് മേടിച്ചു. പിന്നെ 2 സോപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ സോപ്പ് ഉപയോഗിക്കാനേ പറ്റില്ല കേട്ടോ. ഞാനിവിടെ വന്നിട്ട് യൂസ് ചെയ്തപ്പോൾ എന്താ പറയുക, റൈസ് സോപ്പാണ്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് റൈസ് സോപ്പൊക്കെ അടിപൊളിയാണെന്ന്. അറിയില്ല, അതിൻ്റെ മണം എൻ്റെ അമ്മ സഹിക്കാൻ വയ്യ. അപ്പോൾ സോപ്പൊക്കെ ഇഷ്ടമായില്ല. പിന്നെ അതേ മിനിയേച്ചർ ഷൂ മേടിച്ചിട്ടോ, നൈക്കിൻ്റെ. അയ്യോ എന്ത് രസമാണെന്നറിയോ, നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് ചൂസ് ചെയ്തേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വേണം പറഞ്ഞിട്ട് ഞാനത് മേടിച്ചാട്ടോ. പിന്നെ അതേ കുറേ കീ ചെയിൻസ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം മേടിച്ചിട്ടോ, സ്പിന്നർ മേടിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ പോരുന്ന വഴിയിൽ ഓരോരുത്തരും ഓരോ സംഭവങ്ങളും കാട്ടുമ്പോൾ ഫുണ്ണുബാബിക്ക് ഇതേ ഈ വക ഇത് മേടിച്ചു. ഇതിപ്പോൾ എവിടെയോ ഇരിക്കണേ ഫുണ്ണുബാബി അത് വലിച്ചെറിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനത്തെ സംഭവങ്ങളെ കുറിച്ച് പിന്നെ നമ്മൾ വീഡിയോസൊക്കെ കുറച്ച് നമ്മളുടെ എടുത്തു. പിന്നെ അച്ഛനും അമ്മയ്ക്കും ഓരോ ചെറിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ കൊണ്ടുവരാനാണെങ്കിൽ സ്ഥലവും ഇല്ല, കാരണം അത്രയധികം ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെയാണ് ഡ്രസ്സ് ഏറ്റവും കൂടുതൽ വെറൈറ്റി ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതേ നമ്മൾ ഈ വക കാഴ്ചകളും നമുക്ക് അവിടെ കാണാം കേട്ടോ. പിന്നെ ഒരു കുട്ടി അവിടെ പാട്ട് പാണ്ടായിരുന്നു കേട്ടോ, ലൈക്ക് ഹെൽപ്പ് മീ ഫോർ മൈ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ കുട്ടിക്ക് നമുക്ക് പറ്റണ പോലെ നമ്മൾ ഹെൽപ്പൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അതേ നമ്മൾ വരുന്ന വഴിയിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ കയറിയ ഒരു ടൈഗർ റെസ്റ്റോറൻറ്റ് ആട്ടോ. ഞങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവിടെ കയറി, അവിടെ ഒരു ബാർ മോഡലായിരുന്നു, നമുക്ക് ഡ്രിങ്ക്സും കഴിക്കാം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടാണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നല്ല ഫുഡും ആണെങ്കിൽ എൻ്റെ അമ്മ ഒരു രക്ഷ ഉണ്ടായിരുന്നു. നല്ല ഫുണ്ണുബാബിക്കും ഫുഡൊക്കെ ഇഷ്ടമായിട്ടോ. പിന്നെ ഫുണ്ണുബാബിക്ക് കുറച്ച് കഴിയുമ്പോൾ മടിയായിരുന്നു ഫുഡ് കഴിക്കാൻ. ആദ്യത്തെ 3 ദിവസത്തെ ട്രിപ്പിൽ വന്നപ്പോൾ നല്ല ഫുഡ് അടിയായിരുന്നു. പിന്നെ അവസാനമൊക്കെ ഇപ്പോൾ ടയേർഡായിട്ടാന്ന് തോന്നുന്നു, അവനധികം ഫുഡും കാര്യങ്ങളൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ നല്ല രീതിയിൽ ഫുഡൊക്കെ പോയിട്ട് കഴിച്ചു. എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാല്ല, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് പകുതി ലൈക്ക് സ്റ്റീം ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ട് അത് ആ സോസ് മുക്കി കഴിക്കാൻ എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഫുണ്ണുബാബി കണ്ട പ്ലേറ്റിൽ നിന്ന് എന്തൊക്കെയോ വെറൈറ്റി സംഭവങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏട്ടനാണ് പറഞ്ഞത്, ഇതിന് മേലെ നീ ചെറുനാരങ്ങയും കൂടി ഞാൻ ചെറുനാരങ്ങ ഒന്നും പിഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ തന്നെ ടേസ്റ്റ് ചെയ്ത് കഴിക്കായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഈ സംഭവം ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ മിസ്റ്റർ ബീൻ ഈ സെയിം സംഭവമല്ല കേട്ടോ. മിസ്റ്റർ ബീൻ ഓയിസ്റ്റർ ആയിരുന്നു കഴിക്കണ്ടായിരുന്നത്. ആള് ഈ ഏതൊരു സീരീസിൽ, അനിമേറ്റഡ് അല്ലാത്തൊരു സീരീസിൽ ആളിങ്ങനെ ഇതാക്കിയിട്ട് കഴിക്കണ ഒരു വീഡിയോ ഉണ്ട്. എൻ്റെ അമ്മ അന്ന് തൊട്ടിട്ട് ഇത് ട്രൈ ചെയ്യണം എന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ അത് ട്രൈ ചെയ്തു. പിന്നെ വേറൊരെണ്ണം ഐറ്റം ട്രൈ ചെയ്യുന്നതാണ് മാംഗോ സ്റ്റിക്ക് റൈസും, അതും ട്രൈ ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാത്തവരൊന്നും കണ്ടോക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മാംഗോ സ്റ്റിക്ക് റൈസ്, പറയാണ്ടിരിക്കാൻ വയ്യ. ഞാൻ വിചാരിച്ച വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, സ്റ്റിക്കി റൈസ് അല്ലേ വലിയതൊന്നുമില്ല. ഈ അഹാന കൃഷ്ണയുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ച അത്ര വെറുതെ ഹൈപ്പ് പറയുന്നതും വലിയതൊന്നും ഉണ്ടാവില്ല.
ബട്ട് കഴിച്ചു നോക്കിയപ്പോഴാണ് എൻ്റെ മോനെ ഒരു രക്ഷയിൽ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇവിടെ കുറേ ടീഷർട്ട്സും കാര്യങ്ങളും വെറൈറ്റി എനിക്ക് ഫൊണ്ണു ബാബിക്ക് ഒരു ആനക്കുട്ടൻ ഡ്രസ്സ് ഞാൻ കുറേ ഷോപ്പുകളിൽ നോക്കി, മീൻസ് അവൻ്റെ സൈസിൽ, ബട്ട് അത് കിട്ടിയില്ല കേട്ടോ. ഇതൊന്നല്ല, ഒരു വെറൈറ്റി ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കി, അതൊന്നും കിട്ടിയില്ല അവന്. എനിക്കപ്പോൾ വിഷമമായി. അപ്പോൾ പകരം അവന് വേറെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എയർപോർട്ടിൽ വെച്ചിട്ട് അവനൊരു ആനേനെ മേടിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഇവിടുത്തെ കുട്ടി കുട്ടി ഷോപ്പുകൾ ഞങ്ങൾ ക്യാൻഡിൽസ് മേടിച്ചു, പിന്നെ അമ്മയ്ക്കൊരു ബാഗ് മേടിച്ചു, അച്ഛനൊരു ഡ്രസ്സ് മേടിച്ചു, പിന്നെ കുറച്ച് എന്താ പറയുക നല്ല സ്മെല്ലുള്ള നമ്മളിങ്ങനെ കുന്തിരിക്കാൻ പോലത്തെ സംഭവങ്ങളുണ്ടല്ലോ അത് മേടിച്ചു. പിന്നെ മാമ്പഴത്തേര ഉണ്ടല്ലോ അതൊക്കെ കേട്ടോ മേടിച്ചത്. പിന്നെ പോരുന്ന വഴിയിൽ നമ്മൾ ലോഞ്ചിൽ ഇതൊക്കെ ഈ ഒരു വെറൈറ്റി എന്തോ സീവീഡ് സംഭവമൊക്കെ കണ്ടു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. ബൈ.